എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ കവിയൂർ പൊന്നമ്മ എന്ന നടി നമ്മളെ എല്ലാവരെയും വിട്ടുപോയി. അന്തരിച്ച മുതിർന്ന നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാജ്ഞകളോ ആയി സിനിമാ ലോകം. ഹൃദയം തൊടുന്ന അല്ലെങ്കിൽ ഹൃദയവേദന ഉണ്ടാക്കുന്ന കുറിപ്പ് പങ്കുവച്ച് നടൻ മോഹൻലാൽ അമ്മയുടെ വിയോഗത്തിൽ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ എന്ന് തുടങ്ങുന്നതാണ് മോഹൻലാലിൻ്റെ ഓർമ്മക്കുറിപ്പ്. കവിയൂർ പൊന്നമ്മയ്ക്കൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ലെന്നും ജീവിക്കുക തന്നെയായിരുന്നു, ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും എന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് വായിക്കാം. അമ്മയുടെ വിയോഗത്തിൽ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി, മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനും ആയിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്കും മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ. പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും. അത് ഞങ്ങൾ ജീവിക്കുക തന്നെയായിരുന്നു. കിരീടം, ഭരതം, വിയറ്റ്നാം കോളനി, ദശരഥം, നാട്ടുരാജാവ്, വടക്കുംനാഥൻ, കിഴക്കുണരും പക്ഷി, ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ. മകൻ അല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും. വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാജ്ഞകൾ അർപ്പിക്കാനാവുന്നില്ല. ഓർമ്മകളിൽ ഇന്നും ആ മാതൃസ്നേഹം തുളുമ്പി നിൽക്കും. 50ഓളം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയായി വേഷമിട്ടത്. ഇതിനു പുറമെ നിരവധി വേദികളിലും ഇരുവരും തമ്മിലുള്ള അടുപ്പം പ്രകടമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. കവിയൂർ പൊന്നമ്മയിൽ നിന്നും ചുംബനം ഏറ്റുവാങ്ങുന്ന ചിത്രം പങ്കുവച്ചാണ് നടൻ മമ്മൂട്ടി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാജ്ഞലികൾ അർപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെയും നാടകലോകത്തിൻ്റെയും ചരിത്രത്തിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ തിളക്കമുള്ള ഒരു അധ്യായത്തിനാണ് തിരശീല വീണയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മ അവിസ്മരണീയമായിരിക്കുമെന്ന് സ്പീക്കർ AN ഷംസീറും അനുസ്മരിച്ചു. സിനിമയിൽ മാത്രമല്ല മലയാളത്തിൻ്റെ തന്നെ അമ്മമുഖം അതായിരുന്നു കവിയൂർ പൊന്നമ്മയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും അനുസ്മരിച്ചു. വാത്സല്യം നിറയുന്ന ചിരിയും ശബ്ദവുമെല്ലാം സിനിമയിൽ മാത്രമല്ല മലയാളികളുടെ മനസ്സിലും കവിയൂർ പൊന്നമ്മയ്ക്ക് അമ്മ പരിവേഷം നൽകി. സ്വന്തം അമ്മയുടെ സ്ഥാനമാണ് മലയാളി പ്രേക്ഷകർ ആ കലാകാരിക്ക് നൽകിയതെന്നും അനുസ്മരണക്കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി.